ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ അസീം സെൻഹ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് മുതലാണ് ഞങ്ങൾ കാശ്മീരത്തെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ നീട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് പൂരി, പൊട്ടറ്റോ കറി, ബുൾസൈ, ബ്രെഡ്, കോൺഫ്ലേക്സ്, ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആയിരുന്നു. രാവിലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ ഷട്ടറൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ വന്ന ഡ്രൈവർ തന്നെയാണ് ഞങ്ങൾ സൈറ്റ് സീനിന് കൊണ്ടുപോകുന്ന ആൾ. അപ്പോൾ അദ്ദേഹം വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്ത് റിസോർട്ടും പരിസരമൊക്കെ കാണാൻ നിന്നു. കാരണം തലേ ദിവസം ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്കതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ആപ്പിളാ കണ്ട, ചെറിയ ആപ്പിള് അതിന് വലുതാവും. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഹാർവെസ്റ്റ് ചെയ്യാറോ. ഗായ്സ്, ഇത് ആപ്പിളിന്റെ മരമാണ്. ഓഗസ്റ്റ് ആകുമ്പോൾ നല്ല ഇതാവും. ഓഗസ്റ്റ് ആകുമ്പോൾ ഹാർവെസ്റ്റ് ആവും. ഓഗസ്റ്റ് ആകുമ്പോൾ ഹാർവെസ്റ്റ് ആവും. ചക്കര എന്തിർക്ക് എന്തിർക്ക് ഫോട്ടോക്ക് നേരത്തെ എന്താ പറഞ്ഞപ്പോ എന്തെടുക്കാനാ പറഞ്ഞേ? സെൽഫി പറഞ്ഞേ. ഗായ്സ്, ഇവിടുത്തെ റോസ് ഫ്ലവർ നല്ല വലുതാവുന്നുണ്ട്. കാശ്മീരിലത്തെ സ്പെഷ്യാലിറ്റി ആണെന്ന് തോന്നുന്നത്. ഉണ്ടോ? ഇതാണ് നമ്മൾക്കൊക്കെ ഇതുള്ളത്. നമുക്ക് മേടിച്ചുള്ള റോസ് ഇതാണ്. നല്ല വലുതായി തന്നെയുള്ള റോസ്. ഇത് രണ്ടും ഒരു ഇത് തന്നെയാണ്. പറിച്ചൊരു ചീത്തല്ലോ. പക്ഷെ കൂടുതൽ ഭംഗി ഇങ്ങനത്തെ ഒരു സെക്ഷൻ അല്ല അല്ലേ? പിന്നെ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് അല്ലേ, കുറച്ചും കൂടി ബഡായിട്ടുള്ളല്ലേ? ബഡായിട്ടുള്ള റോസ്. ഗൈസ്, അടുത്ത റോസ് പൂ ഇതാണ്. പിങ്ക് കളറാണിത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ വലുതായതുണ്ടല്ലോ ഇവിടെ എവിടെയോ. ഇത് മതികല്ല അല്ലേ ഫ്ലവേഴ്സ്? മതികല്ല. ഇത് പറഞ്ഞ പോലെ അത്യാവശ്യം നമ്മളെ കയ്യിൽ അത്ര വലിപ്പമുണ്ട്. എനിക്ക് ബഡ് പോലെയായിട്ടുള്ള ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഞങ്ങളങ്ങനെ അവിടെ ചെടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാശ്മീരി ലേഡി വന്ന് പരിചയമൊക്കെ പെട്ടു. എന്നിട്ട് അവർ നമുക്ക് റോസ്മേരി പ്ലാന്റൊക്കെ കാണിച്ചു തന്നു. അത് തലയിൽ അപ്ലൈ ചെയ്യുന്ന നല്ല നല്ല ബെനിഫിറ്റ്സ് ഉണ്ടെന്നും അവരെ കുട്ടികൾ ദിവസേന തല തേക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. पानी में डालना है या ऑयल में? ओके, നാട്ടിൽ പോകുമ്പോൾ റോസ്മേരി കൊണ്ടുപോയിക്കൊള്ളാനൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ട്രെയിനിലായതുകൊണ്ട് പിന്നെ നമ്മളത് എടുക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ അവിടുത്തെ ഗാർഡനിൽ പല കളേഴ്സിലുള്ള റോസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഓറഞ്ച് കളർ, വൈറ്റ്, അങ്ങനെയൊക്കെ പല കളേഴ്സിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ ഫോട്ടോസൊക്കെ എടുത്തു. സൂപ്പർ ക്യൂട്ട്. ഞങ്ങളങ്ങനെ ഡ്രൈവർ വരുന്നവരെ കുറേ ഫോട്ടോസ് എടുത്തു. അതിൽ കുറച്ച് ഫോട്ടോസാണ് ഇതൊക്കെ. ഞങ്ങളുടെ ഡ്രൈവർ അങ്ങനെ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ വന്നു. ഞങ്ങൾക്ക് ഇന്ന് ശരിക്കും കാണിക്കാനുള്ള സൈറ്റ് സീൻസ് എന്ന് വെച്ചാൽ ശ്രീനഗറിൽ തന്നെയായിരുന്നു. ശ്രീനഗറിലുള്ള ഗാർഡൻസ്, മോസ്ക്, ടെമ്പിള്, പിന്നെ ദാൽ ലേക്ക്, അങ്ങനെയൊക്കെ അതൊക്കെ അടുത്തുള്ള ഏരിയാസാണ്. അപ്പോൾ അത് കാണാനാണ് ഞങ്ങളിന്ന് പോണത്. ഓരോ ദിവസം ഓരോ ഏരിയാസ് കവർ ചെയ്യും എന്നുള്ളതുണ്ട്. ടോട്ടൽ ഞങ്ങൾ 6 ഡേയ്സാണ്. ഞങ്ങളങ്ങനെ ഫസ്റ്റ് പോയത് മുഗൾ ഗാർഡനിലാണ്. അതും ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. മുഗൾ ഗാർഡൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ദാൽ ലേക്ക് വരുന്നത്. ഈ ദാൽ ലേക്ക് എന്ന് പറയുമ്പോൾ 16 കിലോമീറ്റേഴ്സോളം ചുറ്റളവുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടുള്ളത്. ഈ മുഗൾ ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഗാർഡനാണ്. ഇതിൽ കുറേ സ്ഥലം നടക്കുന്ന കാണാനുണ്ട്. പക്ഷെ നമുക്ക് ഈ ഗാർഡൻ കാണുമ്പോൾ ഒന്നും അത്ര ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീലൊന്നും വന്നിട്ടില്ല. കാരണം ഈ കാശ്മീരിൽ പുറത്ത് നോക്കുമ്പോഴും അത്യാവശ്യം ഇതുപോലെ എല്ലായിടത്തും നല്ല ഫ്ലവേഴ്സും റോസസും ഒക്കെ ആയിട്ട് എല്ലായിടത്തും കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗാർഡനിൽ സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ എല്ലായിടത്തും നല്ല ഫ്ലവേഴ്സ് എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അസമോൾ നല്ല ഹാപ്പി ആയിട്ട് ഓടി നടക്കുകയായിരുന്നു. അസമോളൊക്കെ പേടിച്ച് നിർത്തിയിട്ട് വേണമായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ട്രിപ്പിൽ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ചേച്ചിയും ചേട്ടനാണിത്. അസമോൾ അവരോട് ഒരു ദിവസം കൊണ്ട് തന്നെ കമ്പനിയായി.
ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഫുള്ളായിട്ട് കാണാൻ നിന്നില്ല, കുറേ ദൂരം നടക്കാനുള്ളത് കൊണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും ഇതൊക്കെ മേടിച്ച്, നല്ല തണുപ്പായാലും ഐസ്ക്രീമിൽ നിന്ന് ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനായ ഗാർഡൻ. ഈ ഗാർഡനിലൊക്കെ എൻട്രി ഫീ ആയിട്ട് ആകെ 20-30 റുപ്പീസൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്നെടുത്ത ട്രഡീഷണൽ ഡ്രസ്സസ്സാണ്. ഈ ഡ്രസ്സസ്സും ഓർണമെൻറ്റ്സും ഒക്കെ റെൻറ്റ് ബേസിലാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ഗാർഡനിലും ഇങ്ങനെ ഈ റെൻ്റൽ സിസ്റ്റം അവൈലബിൾ ആണ്. പക്ഷേ പലയിടത്തും പല റേറ്റാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം പോയടുത്ത് നല്ല റേറ്റ് കൂടുതലായിരുന്നു. ഫോട്ടോസ് ഫോറിന് എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള റൂൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നാകുമ്പോൾ അത്ര 4 ഫോട്ടോസ് അല്ല, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഈ ഡ്രസ്സ് അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളവിടെ പോയതിന് ശേഷം ഈ ഡ്രസ്സ് ഇട്ടിട്ട് ആരും അങ്ങനെ കണ്ടിട്ടില്ല. ഇത് സ്പെഷ്യൽ ഒക്കേഷനിൽ ഇടുന്ന ഡ്രസ്സായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ അസമോൾക്ക് നല്ല ഇഷ്ടമായി ഇതിൻ്റെ ഓർണമെൻറ്റ്സൊക്കെ. അവളതൊക്കെ പിടിച്ച് നല്ല ഹാപ്പി ആയിട്ട് നടക്കുമായിരുന്നു. അവളെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങളെടുത്തു. കുറേയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഗാർഡൻ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഗാർഡനിലേക്കാണ് പോയത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. കാരണം ഗാർഡൻ അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് പിന്നെ ടൈം അവിടെ കൂടുതൽ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ശങ്കരാചാര്യം ടെമ്പിളിൽ പോയി. ആ ടെമ്പിളിലേക്ക് പോകുമ്പോൾ ഒരുപാട് നടക്കാൻ, ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു. പോയി കഴിഞ്ഞിട്ടുള്ള മേലെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു. സമയം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളങ്ങനെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്, വസ്വാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ട്രെയിനിലത്തെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് വസ്വാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മീറ്റായിട്ടുള്ളൊരു ഡിഷാണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു നമ്മൾ കേരളത്തിൽ സദ്യ കഴിക്കുമ്പോൾ ഫുൾ വെജിറ്റബിൾസിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ടാവുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മീറ്റ് ഐറ്റംസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ചെന്നപ്പോൾ വസ്വാൻ ഓർഡർ ചെയ്തു. പക്ഷേ വസ്വാനാന്ന് പറഞ്ഞിട്ട് വെറും ജസ്റ്റ് 2 മീറ്റ് ബോളായി നമുക്ക് തന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അടുത്ത ഫുഡ് വരുമെന്ന് വെച്ച് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അവർ തന്നില്ല. ഇതാണ് വസ്വാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ പറ്റിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു. ഒരു ബിരിയാണി മേടിച്ച് കഴിച്ചിട്ട് പോന്നു. പിന്നെ അങ്ങനെ ദാൽ ലേക്കിലേക്കാണ് പോയത്. അവിടെ ഈ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ട ഒരു ഏരിയയാണ്. കാരണം അവർ ഒരു ബോട്ടിന് തന്നെ 4000 രൂപയൊക്കെ ഈടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഏതിലാണ് കുറവുള്ളത് നോക്കിയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2000 സംതിങ്ങിനാണ് ഞങ്ങൾക്ക് ഈ ബോട്ട് കിട്ടിയത്. ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. നമ്മൾ പോണ വഴിക്കും കുറേ ബോട്ടിൽ ആൾക്കാർ വന്നിട്ട് ഓരോന്നും സെയിൽ ചെയ്യും. ഇത് കാവയാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഇതും നമുക്ക് ഇങ്ങനെ പോണ വഴിക്ക് ഓരോരുത്തർ വന്നിട്ട് ഇത് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ തരുന്നതാണ്. പുറത്തുനിന്ന് കാവ കുടിക്കണേക്കാളും സാധനങ്ങൾ മേടിക്കണേക്കാളും എക്സ്പെൻസീവാണ് ഈ ബോട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും മേടിക്കുമ്പോഴൊക്കെ. ഈ റൈഡിന് അവിടെ ഉള്ളവർ പറയണത് ഷിക്കാര റൈഡ് എന്നാണ്.
പിന്നെ ഞങ്ങൾ അവിടുന്ന് ബോട്ടിൽ നിന്ന് മിക്സ്ഡ് കട്ട് ഫ്രൂട്ട്സ് മേടിച്ചു. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൽ ചാട്ട് മസാല ഇട്ടിട്ടാണ് തരുന്നത്. അതങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്പെഷ്യലി മാംഗോക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അസമോൾക്കൊന്നും ഇഷ്ടമായില്ല, കാരണം അവൾക്ക് പ്ലെയിൻ ടേസ്റ്റുള്ള വാട്ടർ മെലണൊക്കെ ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. വാട്ടർ മെലൺ വേണോ? അതെ ഞങ്ങളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അവിടേക്ക് എത്തി. ഇതാണ് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതിൽ ഡ്രസ്സുകളാണ് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മളെ ബോട്ട് നമുക്കായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഇവർ ഈ ടൈമിലേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ തണുപ്പ് കൂടിയ ടൈമിൽ ലേക്കിലത്തെ വെള്ളമൊക്കെ ഐസാവും. അപ്പോൾ പിന്നെ ഈ ബോട്ട് സർവീസ് ഉണ്ടാവില്ല, ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ടൈമിലാണ്, ഇപ്പോൾ ഞങ്ങൾ പോയ ഈ ടൈമിലാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ സീസണായിട്ടുള്ളത്. ഞങ്ങളങ്ങനെ ഇവിടെ കയറിയ സ്ഥിതിക്ക് അവിടെ നിന്നൊരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്തു. പക്ഷേ കൂടുതലും അവിടെ കളക്ഷനായിട്ടുള്ളത് വൂളൻ ടൈപ്സ് ആയിരുന്നു. ഈ ഒരു ബോട്ട് യാത്ര നല്ലൊരു യാത്രയായിരുന്നു. നല്ല പീസ്ഫുള്ളായി, നല്ലൊരു തണുത്ത കാറ്റും നല്ല തണുപ്പും വെളിച്ചും വെയിലും ഒക്കെ കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലിങ്സിലുള്ള യാത്രയായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ കണക്ക് പ്രകാരം ഞങ്ങൾക്ക് ഇന്നൊരു മോസ്കും കൂടി കാണാനുണ്ടായിരുന്നു. പക്ഷേ ടൈം കുറേ വൈകിയതുകൊണ്ട് പിന്നെ ഞങ്ങൾ മോസ്കിലേക്ക് പോയില്ല. ഇതൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ സൈറ്റ് സീൻസ്. ഞങ്ങൾ കാശ്മീരിക്ക് വന്ന് ഇതുവരെയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ അധികം ലേറ്റ് ആവാണ്ട് ഇടാൻ ശ്രമിക്കാം. ഇനി ഞങ്ങളങ്ങനെ റിസോർട്ടിലേക്ക് പോവുകയാണ്. പുറത്ത് കാണുമ്പോൾ അധികം ലേറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ 6 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ കാശ്മീർ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മേക്ക് ഷുവർ ദാറ്റ് യു ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. See you guys next time. Bye bye. Peace out.